മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഹിജ്റ എന്നതിന്റെ അർത്ഥം കൃത്യമായി നമുക്കറിയാവുന്നതാണ്. വെടിയുക എന്നാൽ എല്ലാം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജ്റ എന്ന് പറയുന്നത്. നമ്മൾ മദീനയിലേക്ക് പോകുന്നത് എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എങ്കിൽ, നമ്മൾ മദീനയിലേക്ക് പോകുന്നത് ഒന്നും നഷ്ടപ്പെടാതെയാണ് എങ്കിൽ, നമ്മൾ മദീനയിലേക്ക് പോകുന്നത് ഒന്നിനോടും ഏതെങ്കിലും അർത്ഥത്തിലുള്ള കമ്മിറ്റ്മെന്റ് ബാക്കി വെച്ചുകൊണ്ടല്ല എങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരുടെ ആദ്യത്തെ മദീനയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ മക്കയിൽ വിട്ടേച്ചിട്ടാണ് അവർ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത്. മദീനയിലേക്കുള്ള പ്രവാചകന്റെ യാത്ര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാട്, വീട്, കുടുംബം, അതുപോലെ തന്നെ ഇണ, മാതാപിതാക്കൾ, സമ്പത്ത്, എസ്റ്റേറ്റ്, എന്തെല്ലാം ഉണ്ടോ തനിക്ക് ഈ ഭൂമിയിൽ മക്ക വിടുക എന്ന അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശം കേട്ട ഘട്ടത്തിൽ, മദീനയിലേക്ക് പോവുക എന്ന നിർദ്ദേശം കേട്ട ഘട്ടത്തിൽ ആ മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോവുകയാണ്. ഇത് പറയാൻ സുഖമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന്, അതുപോലെ തന്നെ എന്റെ സാമ്പത്തികമായ ചുറ്റുപാടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നോട് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യപ്രകാരം സലാം പറഞ്ഞിറങ്ങണം എന്ന് പറഞ്ഞാൽ, മക്കളുടെ മുഖത്ത് നോക്കി, കുടുംബത്തിന്റെ മുഖത്ത് നോക്കി, താൻ തന്റെ ജീവിതായുസിനകത്ത് സമ്പാദിച്ചിരിക്കുന്ന സമ്പത്ത് അതങ്ങ് പുറങ്കാലുകൊണ്ട് പുറത്തേക്ക് അങ്ങ് ചവിട്ടി മാറ്റിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുവാനുള്ള ആഹ്വാനത്തിന്റെ ഉത്തരം നൽകാൻ നമ്മുടെ കൂട്ടത്തിൽ സഹോദരന്മാരെ എത്ര പേർക്കാണ് കഴിയുക? അതുകൊണ്ട് ഹിജ്റയുടെ അർത്ഥം അറിയാതെ നമ്മൾ മദീനയിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറയുക. ഹിജ്റ എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മദീനയിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര നടത്തുന്നത്. അതിന്റെ ചരിത്രം നമുക്കറിയാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് പ്രബോധന പ്രവർത്തനം നടത്തിയത്. നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പിറന്നു വീണ ഈ മണ്ണിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പീഡനമേറ്റ ഒരു മണ്ണിൽ, അവിടെയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ മണ്ണിൽ പീഡനമുറകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ അറബികൾക്കും ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇനി